2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. ധനസമൃദ്ധി ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സമൃദ്ധി പല വഴികളിലൂടി ധനം ലഭിക്കാം. അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ പൂർത്തിയാകേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ധനം ലഭിക്കാം. പല രീതികളിലും ഉള്ള ധനങ്ങൾ ലഭിക്കാം. അതുപോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാലും ധനം ഉണ്ടാക്കാം എന്നുള്ള ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാര ശൈലി, ഈ മീനക്കൂറിൽ വരുന്നവരുടെ സംസാര ശൈലി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതിനാൽ അതും നിങ്ങൾക്ക് വളരെ ഗുണമായി ഭവിക്കുന്നു. അതുപോലെ തന്നെ വിദേശവാസവും ഗുണമായി. ഇത് പല ഈ മീനരാശിയിലുള്ള നക്ഷത്രക്കാർക്കെല്ലാം തന്നെ വിദേശം കൊണ്ട് ഒരുപാട് ഗുണം കിട്ടുന്നു. അവിടെ പോയി ജോലി ചെയ്യാൻ, അവിടെ താമസിക്കാനൊക്കെ സാധിക്കുന്നു. അതുപോലെ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ധാരാളം ചെലവുകൾ നിയന്ത്രിക്കുന്നു. രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്നു. അതുപോലെ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ, എന്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ നിങ്ങളുടെ കമ്പനി, ഫാക്ടറി അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. വലിയ നഷ്ടങ്ങളൊന്നും വരാതെ രക്ഷപ്പെടുന്നു. അതുപോലെ വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികപരമായിട്ട് താഴേക്ക് പോകുന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. നേത്രരോഗമുള്ളവരാണെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിച്ചത് മൂലം അത് പൂർണ്ണമായും മാറിക്കിട്ടി കണ്ണിന് നല്ല ഒരു ഇത് വരുന്നു. അന്യന്മാർ മനഃപൂർവ്വം ചതിയിൽ നിങ്ങളെ വീഴ്ത്തി, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചതിയിൽ നിങ്ങളെ പെടുത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഇനി അതുപോലെ മീനക്കൂറുകാർക്ക് കുറേ ഗുണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ശരി തന്നെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾക്ക് പലവിധത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകാം. ആകെ ഒന്നും ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അധികാരമുള്ള പദവിയിൽ ഇരുന്നാൽ തന്നെ, ഒരു ജോലി കിട്ടി അധികാരമുള്ള ഒരു പദവി, അത് ആജ്ഞാപിക്കാൻ കഴിവുള്ള ഒരു പദവിയിൽ കിട്ടിയിരുന്നാൽ തന്നെയും അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കര പ്രഷർ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നീതിയുക്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു പക്ഷേ വന്നേക്കാം. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും തടസ്സപ്പെടാനും കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രമോഷൻ തടസ്സപ്പെടാം, അതല്ലെങ്കിൽ ട്രാൻസ്ഫർ തടസ്സപ്പെടാം, അല്ലെങ്കിൽ പലതും തടസ്സപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ചില അവാർഡുകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഇരുന്ന ഒരു സാധ്യതയുണ്ട്. അതും തടഞ്ഞു വയ്ക്കാം. കൂടുതലും തടഞ്ഞു വയ്ക്കുന്നത് യൂണിഫോം സർവീസ് അങ്ങനെയുള്ളവർക്കാണ്. മാട് വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്കും ക്ഷീര കർഷകർക്കാർക്കും കുറച്ച് ലാഭം കുറയുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ തെറ്റിദ്ധാരണ മൂലമോ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനാലോ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് വിരോധം വരാം. ഇലക്ഷനിൽ നിന്നാലും വിജയസാധ്യത കുറവായിട്ടാണ് കാണുന്നത്. ശത്രു സംഹാര പൂജകൾ ഈ സമയം മനസ്സറിഞ്ഞ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഭദ്രകാളി ദേവിയുടെ പൂജയോ വീരഭദ്രസ്വാമിയുടെ പൂജയോ അല്ലെങ്കിൽ കാലഭൈരവ സ്വാമിയുടെ പൂജകളൊക്കെ ചെയ്ത് ശത്രു സംഹാരം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. ഇനി ഒരു മീനക്കൂറിൽ വരുന്ന ആൾക്കാരുടെ നക്ഷത്രങ്ങളിലുള്ള ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഉരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. 9 വയസ്സ് വരെയുള്ള ഉരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പല രീതിയിലും ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതിനുള്ള, കുടുംബത്തിലേക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ പൂർവിക സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതിന് കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പണമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടോ ലഭിക്കാം. അതുപോലെ അല്ലെങ്കിൽ പല രീതിയിലും സമ്പത്ത് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളും എല്ലാം ലഭിക്കാം. ചെറിയ ചെറിയ അസുഖങ്ങൾ ഈ ബാല്യകാലത്ത് ഉണ്ടാകുമെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ലാണ്ട് വരാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇതിൽ ചിലരുടെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സമയം കുട്ടി ആരോട് കൂട്ടുകെട്ടുന്നു എന്ന് രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സമയം വിദ്യാഭ്യാസം മുടങ്ങുന്നതിനും
അതുപോലെ തന്നെ പോലീസ് പരാതികളൊക്കെ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ആദ്യമൊക്കെ വിദ്യാഭ്യാസത്തിന് തടസ്സം വരും എന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെ അവസാനത്തെ 4 വർഷം 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വിദ്യാഭ്യാസം പോകാൻ സാധിക്കുന്നു. ഈ കുട്ടിക്ക് നല്ല മികച്ച ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ജോലി അവർക്ക് ലഭിക്കുന്നു. ആരോഗ്യം എല്ലാം നല്ല രീതിയിൽ പോകുന്നതിനുള്ള ഒരു നല്ല ഒരു നക്ഷത്രമാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് അങ്ങനെ ഇഷ്ടമുള്ള വിവാഹം ഇവർക്ക് നടത്തുന്നതിന് സാധിക്കുന്നു. അതിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നു, സ്ഥലം വാങ്ങാൻ സാധിക്കുന്നു, നല്ലൊരു വാഹനം വാങ്ങാൻ സാധിക്കുന്നു. ഇതിനെല്ലാം ഒരു സമ്പൽ സമൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോശമായ കൂട്ടുകെട്ടുകളിലും അങ്ങനെയൊക്കെ പോയി ചാടാണ്ടിരുന്നാൽ വളരെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണിത്. അതുപോലെ തന്നെ ഇവർക്ക് അലർജി ഇതിൽ ചിലർക്കുണ്ടാകാം. ചെറിയ രീതിയിൽ അലർജിയുടെ ശല്യം ഉണ്ടാകാം, കഫത്തിൻ്റെ. അതൊക്കെ മാറിക്കിട്ടുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു സന്തോഷമുള്ള ജീവിതം അവർക്ക് തീർച്ചയായിട്ടും ഭാഗ്യമുള്ളൊരു ജീവിതമാണ്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അശ്രദ്ധ കാണിക്കാതെ ഒരു സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിച്ച് നല്ല രീതിയിൽ പോയവർക്ക് ഈ കാലഘട്ടത്ത് മോശ സമയമാണെങ്കിൽ തന്നെയും യാതൊരു ബുദ്ധിമുട്ടും വരാതെ, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒന്നും വരാതെ അവർക്ക് പോകാൻ സാധിക്കുന്നു. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, കഷ്ടതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്, നല്ലൊരു സമയമാണ് അവർക്ക്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള ഒരു സുവർണ കാലഘട്ടമാണ് അവർക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. വീട്, വാഹനം, അതെല്ലാം അവർക്ക് വസ്തുവകളൊക്കെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർക്ക് സർക്കാരിൽ നിന്നൊരു അവാർഡ് ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ സംഘടനകളിൽ നിന്നൊക്കെ അവർക്കൊരു അവാർഡ് കൂടി ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി മാറുന്നതിനും കൂടി അവർക്കൊരു ഭാഗ്യമുണ്ട്. ഇതിൽ ചിലർക്ക് ഉദരരോഗം ഉണ്ടാകാം. അത് വിദഗ്ധമായ ഒരു ചികിത്സ മൂലം അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയ സർജറി ചിലപ്പം വേണ്ടി വന്നേക്കാം. 72 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും ഒന്നുമല്ല, അവർക്ക് വരുന്ന പ്രശ്നം അവരുടെ വീഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ വീഴാനൊരു സാധ്യത കാണുന്നതിനാൽ അത് ഒടിവ് ചതവൊന്നും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയം സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ, അതായത് ബാല്യകാലത്തുള്ള ചെറിയ അസുഖങ്ങളൊക്കെ വരാമെന്നതൊഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും അസുഖങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ചില പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെയ്യാത്ത കാര്യത്തിനൊക്കെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഈ കുട്ടിയെ രീതിയിൽ ചൂണ്ടിക്കാണിച്ച് പറയാനൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചൂഷണങ്ങൾക്ക് വിധേയമാകാനൊരു സാധ്യതയുണ്ട്. കാരണം തെറ്റും ശരി അറിഞ്ഞിടാത്തൊരു കാലഘട്ടമാണ്. അപ്പം പല രീതിയിലുള്ള തെറ്റുകളിലൊക്കെ ചെന്ന് ചാടാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ കുട്ടിയുടെ ഉറ്റ ബന്ധുക്കൾ, ഇവർക്ക് ഒരു സഹായമൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു ബന്ധു, ഇത് അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അമ്മാവന്മാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അവർ ഒന്ന് ഒരു മരണം സംഭവിക്കുന്നുള്ള ഒരു സാധ്യത കാണുന്നത്. എല്ലാവർക്കും അല്ല, ചിലർക്ക് സാധ്യത, അതൊരു ദുഃഖം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര ചെറുപ്പത്തിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടൊക്കെ ഇതിൽ ചില ഉത്രട്ടാതിക്കാർക്കുണ്ടായിരുന്നു, അവർക്കുള്ളതാണ്. അപ്പോൾ ആ കഷ്ടപ്പാടെല്ലാം അങ്ങ് മാറിക്കിട്ടിയിട്ട് അവർക്ക് നല്ലൊരു സമയമാണ്. അവർക്ക് ഉത്തമമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ബുദ്ധി കാര്യങ്ങളെല്ലാം നേരെ, അതായത് കാര്യങ്ങൾ നേരെ തീരുമാനിക്കാനുള്ളൊരു പക്വത അവർക്ക്, എല്ലാ രീതിയിലുള്ളൊരു പക്വത അവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ അവർക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനാൽ മികച്ച തൊഴിൽ ലഭിക്കുന്നു. കൂടാതെ അവർക്ക് നല്ല ഒരു തസ്തികയിലുള്ള ജോലി ലഭിക്കുന്നതിനാൽ ധാരാളം ധനവും അതുപോലെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ചില അല്ലറ ചില്ലറ രോഗങ്ങളുണ്ടെന്നുള്ളതല്ലാതെ അതൊക്കെ ചെറിയ രോഗങ്ങളാണ്, വലിയ രോഗങ്ങളൊന്നും കാണുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ, ഇവർ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ ദമ്പതിമാർ തമ്മിലൊന്ന് വേർപിരിഞ്ഞിരിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഒരാൾ വിദേശത്തായിരിക്കാം, ഒരാൾ സ്വദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിദൂര സംസ്ഥാനങ്ങളിലായിരിക്കാം ജോലി.
അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അകന്നിരിക്കാൻ, ചിലർ പിണങ്ങി അകന്നിരിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ചില ചില നഷ്ടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ധനനഷ്ടം വരാതെ. അടുത്ത് 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനം, വീട് എന്നിവയെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. കാര്യം അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്ന ഒരു നല്ലൊരു കാലഘട്ടമാണ് അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും സംഘടനകളുടെയൊക്കെ അമരത്ത് വരുവാൻ സാധിക്കാറുണ്ട്. അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തോ അല്ലെങ്കിൽ ഡയറക്ടർ സ്ഥാനത്തൊക്കെ വരുവാനായിട്ട് അവർക്കൊരു ഭാഗ്യം കൂടി അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ ഇതിൽ ചിലർക്ക് ഒരു രണ്ടാം വിവാഹം നടക്കുന്നതിനായിട്ടും ഒരു ഭാഗ്യം കൂടി, യോഗം കൂടി ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളിനെ അവർക്ക് ഒരു രണ്ടാം വിവാഹം കഴിക്കാനും അവർക്ക് സാധിക്കുന്നു. ഉദരത്തിനും കണ്ണിനും എന്തെങ്കിലും വ്യാധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പം തന്നെ മാറുന്നതാണ്. അതിന് നല്ല ചികിത്സ ലഭിക്കേണ്ട ഒരു അവസരവും കൂടി കിട്ടുന്നുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ, എല്ലാവർക്കുമല്ല ചിലർക്ക് ചില ദുഃഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നിട്ട് ധനനാശം വരാം. പിന്നെ അന്യദേശത്തേക്ക് വസിക്കേണ്ട ഒരു സാഹചര്യം വരാം. അതുപോലെ സ്വന്തക്കാരിൽ ആരെങ്കിലും ഒരാളുടെ മരണം ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുദുഃഖം ഉണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അസൂയുള്ള ആൾക്കാർ ചില കള്ള പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടാകും. ഒന്നേ വസ്തുവിൻ്റെ അതിര് തർക്കം, അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ തർക്കിച്ചിട്ട് തന്നെ വഴക്കുണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി അവരൊരു കേസ് കൊടുക്കാം. അതിലും നിങ്ങൾക്ക് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആഭിചാര ക്രിയകൾ വഴി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നല്ല യോഗമാണ് ഈ സമയം കാണുന്നത്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭ്യമാകാമെന്നുള്ളൊരു സമയമാണ്. പുതിയ വാഹനം, വീട് എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഷ്ടപ്പാടുകളെല്ലാം മാറി ഒരു സുഖമായ ഒരു ജീവിതം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതുപോലെ വലിയൊരു തോട്ടം, അതിലൊരു വീട്, അങ്ങനെയൊക്കെ സ്വന്തമാക്കാനുള്ളൊരു ഭാഗ്യവും കൂടി നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ തരുന്നുണ്ട്. അതുപോലെ കാർഷിക വിളകളുടെ ഒക്കെ ഒരു ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. 73 വയസ്സ് മുതൽ മുകളിലോട്ട് ഉള്ളവർക്ക് ഒരു ശസ്ത്രക്രിയ ചിലപ്പം വേണ്ടി വരാം. ഒരു ശസ്ത്രക്രിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീണിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. അതായത് മുറിവ്, ചതവ്, ഒടിവ് എന്നിവയാണ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു ചിലപ്പം ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ അത് സംബന്ധിച്ച് പ്ലാസ്റ്റർ പോലുള്ള വേണ്ടിയിട്ട് റെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഈ സമയത്ത് ധനം ഉണ്ടാകുമെങ്കിലും ഇതുപോലുള്ള രോഗങ്ങൾ വന്നിട്ട് കുറച്ച് ധനനഷ്ടം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ചിലർക്ക് രക്തദോഷം വരാം. ഇത് ഇപ്പോൾ ഒടിവ് ചതവ് വന്നവർക്കല്ല, അല്ലാതെ ചിലരുണ്ടെങ്കിൽ അവർക്ക് രക്തദോഷം, രക്തത്തിൽ ചില പിത്തരസങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലമോ അല്ലെങ്കിൽ രക്തത്തിന് അണുബാധ മൂലമോ ഉള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് രേവതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഒരു യോഗം നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് ഏതോ രീതിയിൽ അവർക്ക് ഒരു സംരക്ഷണത്തിന് ആളില്ലാത്തൊരവസ്ഥ ഇതിൽ ചിലർക്ക് ഉണ്ടാകാം. അവരെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ഇത് കൂടിയാണ് ആ യോഗം ചേരുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ല സംരക്ഷണം ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ ചില രോഗങ്ങൾ ഉണ്ടാകാവുന്ന വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്കാണ് ധനത്തിനും ഐശ്വര്യത്തിനൊക്കെ ഒരു കോട്ടം വരാം. സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും ഉണ്ടാകാം. കാരണം ഈ കുട്ടിക്ക് അച്ഛനും അമ്മയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കെയർ ടേക്കർ ഈ കുട്ടിയുടെ വസ്തുവകകൾ നേരെ ചൊവ്വേ ഈ കുട്ടിക്ക് പരിപാലനം ചെയ്യാണ്ടൊക്കെ ഉള്ള കുറച്ച് നശീകരണങ്ങളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ആപത്തുകളും സംഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വേണ്ടപ്പെട്ട സ്വന്തക്കാരാരോ അവർ മരിച്ചു പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അവരെ വേർപാടിലും ഈ കുട്ടിക്ക് ദുഃഖം ഉണ്ടാകാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ നടക്കുന്നതിനാണ്, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതിനുള്ളൊരു സമയമാണ്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. കാര്യം പ്രതീക്ഷയിലും കൂടുതൽ നല്ലൊരു നിലവാരമുള്ള വിദ്യാലയത്തിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഇവർ ആഗ്രഹിച്ചിരുന്നതിൽ കൂടുതൽ ഉള്ള ഒരു വലിയൊരു ജോലി ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് കിട്ടേണ്ട ഒരു ഭാഗ്യമുണ്ട്. അവർക്ക് കമ്പനി ഇന്ന് തന്നെ അവർക്ക് വാഹനങ്ങളും അതുപോലെ ബംഗ്ലാവും താമസിക്കേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ ഒരു പദവിയുള്ള വലിയൊരു ജോലി ഈ രേവതി നക്ഷത്രക്കാർക്ക് കിട്ടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്.
അവർക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം, നല്ലൊരു സമയമാണ് ഈ സമയം. അവർക്ക് വളരെയധികം മനുഷ്യന് നല്ല ഒരു ആഗ്രഹത്തിൽ കൂടുതൽ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ധനശേഷി ധാരാളം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ചില ദുഃഖങ്ങൾ ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളൊക്കെ അനുഭവിച്ചു. അതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്ന ഒരു ഭാഗ്യമുള്ള ഒരു സമയമാണ്. പ്രതാപവും ഐശ്വര്യങ്ങളും പദവിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇത് രേവതി നക്ഷത്രക്കാർക്ക് ഇത് പറയുമ്പോൾ ഇതിൽ പല ഘട്ടമായിട്ടാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല, പല പ്രായത്തിനനുസരിച്ച് പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിരിക്കും അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ആഡംബരമായ ജീവിതവും അവർക്ക് ലഭിക്കുന്നത്. വീട്, സ്വത്ത്, അവർക്ക് വസ്തുവകളെല്ലാം ലഭിക്കുന്നതിനുള്ളൊരു സമയമാണ്. ചില രോഗങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ അതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും അതുപോലെ ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകൾ, സമൻസുകളൊക്കെ ലഭിക്കാം. ഇത് ചിലപ്പോൾ ടാക്സിൻ്റെ പ്രശ്നമായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ സമയം നിങ്ങളെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ യാത്രാവേളകളിലും അല്ലാതെ വീട്ടിലുമൊക്കെ ഉള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, സ്വർണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ, പണമൊക്കെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ ടൈഫോയിഡ് പോലുള്ള പനി വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി ഈ സമയം കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില, ഞാൻ മുൻകാലങ്ങളിൽ 52 വയസ്സ് വരെ 59 വയസ്സ് വരെ സൂചിപ്പിച്ച കാലഘട്ടങ്ങളിൽ ചില മോഷണ ശ്രമങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ, ഓഫീസിലോ കമ്പനിയിലൊക്കെ നടക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ അത് വളരെ ശ്രദ്ധിച്ചിരുന്നവർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരുന്നതിന് സാധ്യതയില്ല. അതാണ് ഞാൻ ബുദ്ധിശൂന്യത അവിടെ വരാനൊരു സാധ്യത ഉണ്ടായിരുന്നവർക്ക് അത് പശ്ചാത്തപിക്കേണ്ട ഒരു സമയമാണ്. അല്ലാത്തവർക്ക് യാതൊരു വിധത്തിലും അവർക്ക് ഒരു മനസ്സിനൊരു വിഷമവും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർക്ക് പോകാൻ സാധിക്കും. ഈ സമയം ഇതിൽ ചിലർക്ക് അന്യദേശവാസം കൂടി കാണുന്നുണ്ട്. വിദേശത്ത് പോയി താമസിക്കുന്നതിന് മക്കൾ ചിലപ്പോൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അവർക്ക് പോകേണ്ടതായിരിക്കാം. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.